வாழ்வே மாயம் இந்த வாழ்வே மாயம் வாழ்வே മായം இந்த ഞാനാണ് പറഞ്ഞിട്ടുണ്ടായില്ല എടാ നിന്റെ കരച്ചിലൊന്നും നിർത്തിയ നീ ഇത് പിള്ളേര് പോകുന്ന കണക്ക് നീ എന്ത് നീ ഇത്ര ഉള്ളാടാ നീ അപ്പൊ എന്റെ ജീവൻ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലേ? എടാ ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കാം. ഇപ്പൊ ഒരു ഡോക്ടറെ കാണിച്ചു പറഞ്ഞാൽ അതൊന്നും സംഭവിക്കണമെന്നുണ്ടോ? അപ്പൊ അതല്ല, ആ ലാബിൽ അവര് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കാവോ? കാരണം വേറെ ഞങ്ങൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയാണ് അവന്റെ. അപ്പൊ പോയിട്ട് അവരാ ബ്ലഡിന്റെ റിസൾട്ട് ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇനി അധികം കാലം ജീവിച്ചിരിക്കത്തില്ല, പെട്ടെന്ന് മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും സംഭവിക്കത്തില്ല. കാരണം ഡോക്ടറിന്റെ കയ്യിലല്ലോ, നമ്മൾ ഈശ്വരനല്ലേ പ്രാർത്ഥിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല, ഞാനാണെങ്കിൽ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഞങ്ങളുടെ രണ്ടുപേരും വീട്ടുകാരും സഹകരിക്കാനുള്ള എനിക്കെതിരെ സംഭവിച്ച എന്റെ ഭാര്യ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നീ അത് സാധിച്ചു തരണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിന്റെ കൂട്ടുകാരനാണെങ്കിൽ നീ മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ മരിക്കാനായിട്ടാ? സമ്മതിക്കത്തില്ല. നിന്റെ അമ്മ മരിച്ചായിരുന്ന? മരിച്ചു. നിന്റെ അച്ഛൻ മരിച്ചാ? മരിച്ചു. നിന്റെ മൂത്തമ്മ മരിച്ചാ? മരിച്ചു. നിന്റെ സമ്മതം ചോദിച്ചിട്ടാണ്? അങ്ങനല്ല, നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. എടാ അതൊന്നുമല്ല, എനിക്ക് എന്റെ ഭാര്യ ഞാൻ മരിക്കണതിന് മുമ്പ് സുമംഗലിയായിട്ട് എനിക്ക് കാണണം. അത് പ്രശ്നമുള്ള കേസല്ല. നമ്മൾ തിരുവനന്തപുരത്ത് ഗസറ്റഡ് ഓഫീസിൽ പോയി സുമ എന്നുള്ള പേര് നമ്മൾ സുമംഗലി നാക്കുന്നു. അതല്ലെന്ന്, അവളെ വേറെ കല്യാണം കഴിക്കട്ടെ, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞാൽ അവളെ ആത്മഹത്യ ഉറപ്പ്. നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, നീ ആ പെൺകുച്ചോടും പറയല്ലോ. എനിക്ക് കറ ഞാൻ പൊളിക്കും. ഞാൻ നീ വന്നേ, സ്വന്തം ഭാര്യനെ വേറെ ജീവിച്ചിരിക്കും, വേറെ ആളെ കല്യാണം കഴിപ്പിക്കണം. ജീവൻ നീയുള്ള എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് ഞാൻ പറഞ്ഞ. ഞാൻ സഹായിക്കൂല, നീ അതിന് സമാനം പറ. ഏത് നിമിഷം ഞാൻ മരിച്ചു അളിയ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പറ. നീ ഞാനൊരു കൂട്ടുകാരനാണെങ്കിൽ നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സഹായിച്ചു തരും. എനിക്ക് അൽഹാമ തിന്നണം. അതേതാമ? ചിക്കൻ ചേക്ക അൽഫാം. അത് വേണോ? പിന്നെ ഒരു കുഴിമന്തി കഴിക്കണം, ഇതുവരെ കഴിച്ചിട്ടില്ല. എടാ കുഴിമന്തിയൊക്കെ ഈ സമയത്ത് എവിടെ? നീ ഒരു കാര്യം, നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ കുഴിയുടെ ചവിട്ടി കൊണ്ട് ഞാൻ ഒരു കുഴിമന്തി വെക്കാം, സൗകര്യപ്രദം തിന്നാ മതി. അതല്ലാതെ പിന്നെ ഞാൻ ഈ ഒരു ലോണ് 10 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ നോമിനിയായിട്ട് ഞാൻ നിന്റെ പേരാ വെച്ചേക്കണം. ഇതൊക്കെ നമ്മൾ ഈ സ്നേഹത്തിന് മുമ്പിലൊക്കെ ഞാൻ വീണ് പോകണം, ഞാൻ സത്യം പറഞ്ഞു. കാരണം അവന്റെ അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി മേടിച്ചോളാം. അത് അല്ല, പൈസ ഞാൻ മേടിച്ച്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വേണം അത് അടച്ചു തീർക്കാൻ. അത് ശരി. അപ്പൊ നോമിനിയായിട്ട് നിന്റെ പേരെ വെച്ചേക്കണം. അതിന്റെ കൂടെ ഒരു തള്ളൂടെ തന്നിട്ട് നീ പോവാണോ? പിന്നെ അളിയ, ഞാൻ മരിച്ചു കഴിയുമ്പോ എന്നതേ ആ തെങ്ങ് നിൽക്കണം കേട്ടോ, അവിടെ വേണം അടക്കാനായിട്ട്. അപ്പൊ ഓടാ അവിടുന്ന് ആ തെങ്ങാറിലും വെട്ടിക്കളഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ കൊണ്ടിറക്കുന്നില്ല. എന്നെ ഗ്യാസ് വെക്കണോ അളിയ? എന്നെ ഗ്യാസ് വെക്കാൻ നീ എന്നെ കട്ടൻ ചായ? അതല്ല, എന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാണ്. പിന്നെ അമ്പലത്തിൽ ഒരുപാട് വഴിപാടുകൾ മുടങ്ങിക്കണം. വഴിപാടൊന്നും വിഷയമല്ല, വഴിപാടൊക്കെ ഞാൻ കഴിക്കാം. നീ ഒന്ന് സമാനപ്പെടാതെ. അതല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവിന് ശാന്തി കിട്ടുകയില്ല, അത് നീ നടത്തണം. നീ മരിക്കുന്ന കേസ് പറയാ, നീ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ മതിയാ? പഴനി പോയിട്ട് തലമുട്ട അടിക്കണം, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ നേരെ ചാറുങ്ങാനം കൊണ്ടുവരുന്ന കാർ റെന്റിന് എടുക്കുന്നു, സുമേ ഞാനും നീയായിട്ട് പോന്നു, പഴനി പോയി നിന്റെ തലമുട്ട അടിക്കുന്നു. എന്റെ അല്ല, പിന്നെ നിന്റെ തലമുട്ട അടിക്കും. എന്റെ തല എന്തിനാ മുട്ട അടിക്കുന്നത്? എടാ എന്റെ തലമുട്ട അടിച്ച അന്നേരാണ് ഞാൻ മരിക്കണമെങ്കിൽ മൊട്ടരമേശനെ കാണാൻ പോകണ്ട, മൊട്ടരമേശനെ കണ്ടാന്ന് ചോദിച്ച ആളുകൾ കരയും. എടാ ഇത് എള്ളുണങ്ങുന്ന എണ്ണയ്ക്ക് ഈ ആട്ടുംകാട്ട് എന്തിനാ ഉണങ്ങുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം, ഞാൻ തല മുട്ട അടിക്കാം. എന്റെ ചന്ദ്രൻ പണിക്ക് വിളിച്ച് അവന്റെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവന്റെ കൂടെ ഞാൻ എന്തിനാ? പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മുരുകന്റെ അമ്പലത്തിൽ ചെറിയൊരു വഴിപാടുണ്ട്. ചെറുതാണോ? ഒട്ടടിയൊന്നും അല്ലല്ലോ. അപ്പൊ അത് ഞാൻ ചെയ്തോളാം. അതായത് നാക്കിൽ ശൂലം കുത്തി, കവലിലൂടെ ശൂലം കുത്തി, നാരങ്ങ വെച്ചുകൊണ്ട് കാവടി എടുക്കാത്ത ഒരു നേർച്ചയിട്ടടിയ. എന്റെ മുരുക, എന്നെ ഇട്ടി കഷ്ടപ്പെടുത്താ എവന്റെ കൂടെ എന്നെ അങ്ങ് എടുക്കാവോ? എനിക്ക് അതാ നല്ലത്. ഇതൊക്കെ ചെയ്യണം. പിന്നെ അവൾ ആരുടെയെങ്കിലും ഒരു കയ്യിൽ എനിക്ക് ഏൽപ്പിക്കണം, അതിന് നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടാ അവൾ അമ്പലത്തിൽ പോയൊക്കെ അവളോട് പറയണം കേട്ടോ, ഇത് പറയാൻ ശരി. അറിയരുത്, അവളോട് പറയണോന്ന് ചുമ്മാ ഉണ്ടല്ലേ, ദൈവത്തെ ഓർത്ത് മിണ്ടല്ലേ. ആഹാ, രണ്ടുപേരും പണിക്ക് പോയിട്ട് അവിടെ നിന്നില്ലേ? ഇവന്റെ ഒരു തലവേദന, അപ്പൊ പെട്ടെന്ന് ഞാനിങ്ങ് പോകുന്നു. അത് കൊള്ളാം. ഇവന് തലവേദനയാണ്, ചേട്ടൻ എന്തിനാ പോന്നേ? അല്ല, അവന് വയറുവേനയാന്ന് പറഞ്ഞപ്പോ ആ ടെൻഷൻ കൊണ്ടാണ് എനിക്ക് തലവേദന വന്നത്. വയറുവേദനയോ? ഒന്നുമില്ല. അയ്യോ, കണ്ണിനൊരു ചോപ്പുണ്ട്. ഒന്നുമില്ല സുമേ, നീർക്കെട്ടൊക്കെ ഇങ്ങനെയാണ് ഈ സമയത്തൊക്കെ അങ്ങനൊക്കെ വരുന്ന. തണുത്തിരിക്കുന്നു. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലും ചേട്ടൻ ഒരു കുഴപ്പം വരാൻ സമ്മതിക്കത്തില്ല. ഞാനേ ദേവിയോടൊക്കെ പോയി വഴിപാട് കഴിച്ചിട്ട് വരുവാ. ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. അല്ല സുമേ, എന്തിനാ വെറുതെ ഇങ്ങനെ വഴിപാട് കഴിക്കണേ? എന്ത് വഴിപാടാ നീ നടത്തി?
കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കാന്ന്. ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തം കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കാന്നൊക്കെ പൊന്ന് നേരല്ലേ? എന്റെ കയ്യിലല്ല ചേട്ടാ, ചേട്ടന്റെ കയ്യില്. എന്താ ജീവ? എന്താ? ഒന്നുമില്ല. അവന് വേണ്ടിയാണെങ്കിലും അത് കറങ്ങി തിരിഞ്ഞ് എന്റെ മണ്ടയ്ക്ക് വരും. എന്താ ജീവൻ ഈ പറയുന്നത്? ഒന്നുമില്ല, അത് പിന്നെ ജീവൻ മേളിലേക്ക് പോവാണല്ലോ. ജീവൻ ഗൾഫിന് പോവാണോ? ഇതിനും ഭേദം ഞാനങ്ങ് ഗൾഫിൽ പോയി വല്ല കാട്ടറബീടാൻ കീഴിൽ കഴിയുന്നതായിരുന്നു. അതല്ല, ഈ മനുഷ്യരുടെ കാര്യമൊന്നും പറയാനൊക്കെ അല്ല സുമേ. ഇപ്പൊ നമ്മളെ പോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു ടീമാ, അവരുടെ വീട്ടുകാരൊക്കെ എതിർത്തതാ. പെട്ടെന്നൊരു വണ്ടി ആക്സിഡന്റിൽ പുള്ളി മരിച്ചു. പക്ഷെ അവര് വേറെ വിവാഹം ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം. ജീവിതം അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കില്ല, ജീവിതമല്ലേ. സംഭവിക്കുകയാണെങ്കിൽ എന്റെ സുമ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുവോ? തമാശക്ക് പോലും അങ്ങനൊന്നും പറയില്ല കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ മരിച്ചാൽ ഞാൻ അയ്യോ സുമ, ഞാൻ വെറുതെ ഇത് ഈ ശവത്തിന്റെ ഒക്കെ ഇടക്കിറന്ന് ഞാൻ ഇത് എന്തിനാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എപ്പോഴാ പറഞ്ഞു അവള് സമ്മതിക്കൊന്നുമില്ല. നീ ആവശ്യമില്ലാത്ത ഒരേ വകുപ്പ് പറയാൻ. ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോ അഥവാ കയ്യെ പിടിച്ച് ജയിപ്പിക്കണം, ആരെ പിടിച്ച് ജയിപ്പിക്കാനാ വിശ്വസിക്കുന്ന ആള് വേണം. അതായത് വിശ്വാസമായ ഒരാളെ നമ്മൾ കണ്ടെത്തണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളുടെ കരങ്ങളിൽ എന്റെ സുമയെ ഞാൻ മരിക്കണതിന് മുമ്പ് എനിക്ക് ഏൽപ്പിക്കണം. അല്ല എനിക്ക് പറ്റൂട്ടോ കേട്ടോ. കാരണം ഞാനും എന്റെ പെണ്ണുമ്പളെ പൊടിച്ച് രണ്ട് പിള്ളേരുമായിട്ട് ഇപ്പൊ തന്നെ ഞാൻ കിടന്ന് പാടുപെടുക. അതിന്റെ ഇടയിൽ അവിടെ അനിയത്തി വൈമി നിന്റെ എനിക്കിതൊന്നും പറ്റൂല കേട്ടോ. നീയല്ല, പിന്നെ എനിക്ക് വിശ്വാസമാണ് ഒരാളുണ്ട്. ആര്? ശരവണൻ. അവനെ കൊണ്ട് വൈമിയെ കല്യാണം കഴിപ്പിച്ചാൽ എന്റെ തലയിൽ നിന്ന് പോകും. വൈമിയല്ലെന്ന്, എന്റെ ഭാര്യയുടെ മുറച്ചെറുക്കനാ, കൈനഗിരിയിലുള്ള. അവൻ സമ്മതിക്കുമോ? എടാ അവൻ സമ്മതിക്കും. അവനാവുമ്പോ ഇവളെന്നും പറഞ്ഞ് പണ്ട് പ്രേമമൊക്കെ ആയിരുന്നു. അപ്പോഴാ ഞാൻ ഇവളെ സ്നേഹിച്ച് വിളിച്ചോണ്ട് പോകുന്നത്. അവൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. അളിയാ, വേടിയവള്ളി കാലിൽ ചുറ്റി. വേണുനാഗവള്ളിയല്ലെന്ന്, ശരവണൻ. എന്തുണ്ട് നമ്മൾ തമ്മിൽ പരിചയമില്ല സുഹൃത്തെ, വെറുതെ എന്തിനാ ഈ ഡംബീസ്? സുഖല്ലേ ശരവണ? എന്തൊക്കെയുണ്ട് അളിയാ വിശേഷം? വിശേഷമൊക്കെ ഇനി നിങ്ങൾക്കല്ലേ. എവിടെ ആളെന്തേ? ആളെന്തേ? അത് ശരി. അപ്പൊ നമ്മളെ ആരെയും കണ്ണു പിടിക്കുന്നില്ല പുള്ളിക്ക്. അത് ശരി. അതെ, ഇങ്ങനെ പിന്നെ ഈ ശരവണൻ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭാര്യയുടെ മുറച്ചെറുക്കൻ. എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ. കുഞ്ഞുനാളിൽ ഈ വെക്കേഷൻ കിട്ടുമല്ലോ സ്കൂളില്. അപ്പൊ ഈ കൈനഗരിയില് അമ്മ വീട്ടിൽ പോകും ഇവള്. അത് ശരി. ഇവരെ വീട്ടില് ഇവര് തമ്മിൽ പിന്നെ ഈ മണ്ണപ്പം ചുട്ട് കളിക്കും ഒന്നിച്ചിരുന്നിട്ട്. അവള് മണ്ണപ്പം തട്ടിക്കളിക്കും. അവിടെ ഈ കായലുണ്ടല്ലോ, അവിടെ ഇങ്ങനെ കടലാസ് കൊണ്ട് ബോട്ടുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ. എന്താണ് ഈ കാണിക്കുന്നത്? പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ഭാര്യ സുമക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് മാമ പിടിച്ച കാരണമുണ്ട്. അല്ല നിങ്ങൾ അപ്പൊ ഇഷ്ടത്തിലായിരുന്നു അപ്പം? അല്ല ആ ഇഷ്ടമൊക്കെ കാണും ചിലപ്പോ, മനസ്സിലേ അറിയാനൊക്കെ ചിലപ്പോഴേ. സത്യവാ, ഇപ്പോഴും ഈ നെഞ്ചിനകത്ത് എന്റെ ഭാര്യയുടെ ഇഷ്ടമുണ്ട്. അവളെ കാണാനായി വരുന്നേ. ഇല്ല എന്റെ അളിയ, എന്റെ കല്യാണം ഉറപ്പിച്ച് അത് പറയാനായിട്ട് വന്നതാണ് എന്റെ അളിയ. നോക്ക് ദേ ഈ പെണ്ണെങ്ങനെയുണ്ട്? ഈ പെണ്ണ് ചേരില്ല, നിനക്ക് ചേരില്ല. നല്ലത് സുമയാട്ടാ. സുന്ദരിയാവിടെ നിനക്ക് ചേരില്ലെന്ന് പറഞ്ഞു. എന്റെ ഉള്ളിൽ സുമയ. അളിയന് കറക്റ്റ് ചേരുന്നത് സുമയ, ഇതിനെക്കാട്ടി നല്ലത്. എന്ത് വർത്താനം അളിയാ പറഞ്ഞത്? അതേന്ന് കാര്യം പണ്ട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ആയിരുന്നു എന്നും പറഞ്ഞ് ഒരാൾ കിട്ടിയ പെണ്ണെ നമ്മൾ കയറി കിട്ടുവോ? അല്ല ഞാൻ കെട്ടും. കാരണം എനിക്ക് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ അത് കാരണം അവർക്ക് സഹായം അതാണ്. അതെ, നീ ഒരു സഹായം ചെയ്യണം. എന്ത് സഹായം? അതായത് ഞാൻ സുമയെ നിനക്ക് വിവാഹം ചെയ്തു തരാം. കാരണം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. നീ അവളെ കല്യാണം കഴിക്കും. ഒന്ന് പോയാൽ ഇവിടുത്തെ തമാശ പറയില്ല. വേറെ ഇത് നടക്കുകയല്ല, മറ്റേ കാര്യം പറഞ്ഞാൽ നല്ലത്. അല്ലേ പുള്ളി സമ്മതിക്കും. അതായത് സംബന്ധിച്ച് ഞാനും അവനോട് രാവിലെ അവൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. ആ റിസൾട്ട് കിട്ടി ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അത് ഒരുപാട് ആയുസൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. എങ്ങനെയും സമ്മതിക്കാമോ? ഇവിടെ താനൊക്കെ വരും ഒരു ബന്ധുവാണോ താൻ? ഒരു കൂട്ടുകാരായിട്ട് അവന് വേണ്ടി എന്തെല്ലാം ഞാൻ നേർച്ചകൾ ഞാൻ ഏറ്റുപിടിച്ചാൽ അപ്പൊ തനിക്കൊരു കല്യാണം കഴിച്ച അവനെ സഹായിച്ചെന്നാണ്. ഇപ്പൊ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. இந்த வாழ்வே மாயம், வாழ்வே மாயம், இந்த வாழ்வே மாயம், தரை மீது காணும் யாவும் തണ്ണീരിൽ. ചാവാൻ പോണ മനുഷ്യനെ പിടിച്ച് നീ എന്താണ് സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നത്? നിനക്ക് സമ്മതിക്കാമെങ്കിൽ സമ്മതിക്കളിയാ. അത് ചുമ്മാ ഒരു ജീവിതം കൊടുക്ക്. നീ എന്തായാലും അവളെ സ്നേഹിച്ചതല്ലേ. അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ കൈ പിടിച്ചു കൊടുക്കണം. അത് നീ സമ്മതിക്കളിയാ? വിശ്വസിച്ചേൽപ്പിക്കാൻ വേറെ ആളില്ല, അതുകൊണ്ടാണ്. പിന്നെ അവൾ ഒരു കാരണവശാലും ഇത് അറിയരുത്. അവളകത്തുണ്ട്. ചെല്ല്, അകത്തുണ്ടാവുള്ളൂ. ചെല്ല്, ചെന്ന് പടയുന്ന റൂട്ടാക്കി ചെല്ലി. ചെല്ലി. നേരാണല്ലോ.
ചെല്ലി അവർ ചെന്ന് സംസാരിച്ചത് പുള്ളി ഓക്കെ ഏട്ടാ. വേറെ കേസുണ്ട്. സമ്മതിക്കില്ല. അവള് സമ്മതിക്കല്ലേ? സുമ സമ്മതിച്ചില്ല പിന്നെ എന്ത് ചെയ്യും? അവള് സമ്മതിച്ചില്ലെങ്കിൽ അരയങ്കാവിലെ ഭഗവതി വേണ്ട, ഞാൻ സമ്മതിപ്പിച്ചോളാം. നീ നേരത്തെ കയറില്ലേ അളിയാ, ദൈവത്തെ വിചാരിച്ചു. അതല്ലടാ, ഒരു പാൽപ്പായസം നേരാനായിട്ടായിരുന്നു. അപ്പൊ അത് ശരി, ശൂലം കുത്ത് വരാണ്ട് ഷുഗറുള്ള തന്നെ നീ പാൽപ്പായസം മേടിച്ചു കൊല്ലാനുള്ള പരിപാടിയാണോ നീ? അതല്ലടാ, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. കുഴപ്പമില്ലെന്ന് അവര് വരികയല്ലേ, പിന്നെ നമ്മൾ സമ്മതിപ്പിക്കും. ചേട്ടന് എത്ര നാളെ കണ്ടിട്ട് തടി വെച്ചങ്ങ് സുന്ദരനായിട്ടാ. അതല്ല, നീ പണ്ട് എന്നോട് പറയുമായിരുന്നല്ലോ തടിയാണ് നിനക്ക് ഇഷ്ടം പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തടി വെച്ചത്. എങ്ങനെയുണ്ട്? രണ്ട് ഇണക്കുരുവികളെ പോലെ വരുന്നുണ്ടോ ചേട്ടാ? സുഗുണനെ കണ്ടില്ലായിരുന്നോ? ഞാൻ കണ്ടു. ചായ അവിടെ കൊടുക്ക്. അതെന്താ? അല്ല, ഒരു ചടങ്ങായിട്ട് നടക്കട്ടെ. അതെ, ഞാൻ ചായ എടുത്തോണ്ട് വന്നപ്പോഴേ പുറകിൽ കൂടെ വന്ന് പോന്നൊരു വെപ്പ്. സ്ഥിരം പണ്ടേ വലിയ കുസൃതിയായിരുന്നു. ശരി, ചായ കുടിക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണോ സംസാരിക്കും. ഞങ്ങൾ കാരണവന്മാർ വേണം അങ്ങോട്ടൊന്ന് മാറി ഇന്ന് തരാം. അങ്ങനെയാണല്ലോ അതിന്റെ ജീവിതം. അങ്ങനെയൊക്കെയാണല്ലോ സുമേ. നീ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ചോദിക്കാനോ പറയാനൊക്കെ. എനിക്കൊന്നും സംസാരിക്കാനില്ലല്ലോ. അല്ല, അങ്ങനെ അല്ലല്ലോ. അതായത് ഒന്ന് പറയടാ നീ. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ പണ്ട് പോലെ നിങ്ങള് സ്നേഹത്തിലല്ലേ? അവനാണെങ്കിൽ നിന്നെ ഇപ്പൊ കല്യാണം കഴിക്കാൻ ഇഷ്ടമാന്ന് പറഞ്ഞു വന്നേക്കാൻ. അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ. എനിക്ക് കുഴപ്പമില്ല, നീ അവന്റെ കൂടെ പോയി. എനിക്കിപ്പോ വേറെ പെണ്ണൊക്കെ ഉണ്ട്. എനിക്ക് വേറെ ഒരു പണിസ്ഥലത്ത് ഒരു പെണ്ണുമായിട്ടൊക്കെ. ലോകത്ത് നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ പറയുന്നേ? എടാ, ഇതിങ്ങനെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇത് വന്നേ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ മനുഷ്യന്റെ ഇങ്ങോട്ട് വരാൻ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ അവിടെ മറിക്കണം. അതായത് സംഭവം ഞാനും അവനോട് രാവിലെ അവൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ നിമിഷങ്ങൾ കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് സുമയെ ഒരു കൈപിടിച്ച് ഏൽപ്പിക്കണമെന്നുള്ളത്. നോക്കിക്കേ, അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാവുന്നു. തരമീത് കാണും യാവും തണ്ണീരിൽ ഓടും കോലം. സിനിമാറ്റിക് ഡാൻസ് വേണ്ടത് വേറെ പരിപാടി. സുമേ, വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ജീവിതമാകുമ്പോ ഇങ്ങനെയൊക്കെയാണ്. നീ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ അവന്റെ കൂടെ പോ. അവൻ നിന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ. എനിക്ക് ജീവിക്കണ്ട, ഞാൻ പോവില്ല. ഇല്ല, നീ ഇങ്ങ് വന്നേ. അതെ, ഇവിടെ നീ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലയാ. ഇതുവരെ പോകാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് നീ ഇപ്പൊ തന്നെ ഇവിടെ ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോകണം. അത് കൊള്ളാറ്, അത് കൊള്ളാം കേട്ടോ. എനിക്ക് ഉരുള നേർച്ചാൻ ചൂലം കുത്തും, അവനെ ബാംഗ്ലൂരും വിടുവാ. അതല്ലല്ലേ, നീ പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മക്കളുണ്ടാവണമെങ്കിൽ ആണാണെങ്കിൽ രമേശൻ എന്ന് എൻ്റെ പേരിടണം, പെണ്ണാണെങ്കിൽ രമേശി എന്നിടണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഞാൻ വിരുന്ന് വിളിക്കും. രണ്ടുപേരും കൂടി ഒന്ന് വയറ് നിറച്ച് ആഹാരം കഴിക്കണം. ഇവളെ പൊന്നു പോലെ നീ നോക്കണം കേട്ടോ. നീ വിളിച്ചിട്ട് പോടാ, ഇവളെ വിളിച്ചിട്ട് പോ. എനിക്കതൊക്കെ കാണാൻ വയ്യ, വിളിച്ചിട്ട് പോ. കൃതാർത്ഥനായില്ല, ഞാൻ കൃതാർത്ഥനായി. നല്ലൊരു കാര്യം ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ വേറെ കേസ് പറയട്ടെ സത്യസന്ധമായിട്ട്. ആ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് അവള് കെട്ടിത്തൂമിച്ചാവുന്നായിരുന്നു കേട്ടാ. അവൻ പൊട്ടനാവൻ. എനിക്കിനി സമാധാനമായിട്ട് മരിക്കാം. നിനക്ക് സമാധാനമായിട്ടങ്ങ് മരിക്കാം. ഇനിയിപ്പോ ഞാനാണല്ലോ കിടന്ന് അനുഭവിക്കാണല്ലോ. ശരിയെന്നാ, ഓക്കെ. നീ എവിടെ പോണം? നീ ഇത്ര നേരത്തെ വെച്ചാൽ ഞാൻ ചെയ്യട്ടെ. ആദ്യമായി ഞാൻ മരിക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്താലോ നിന്റെ 16 ഞാൻ ദൂരെ കുത്തി തീർത്തു. എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടടേ. നിന്നെ നോക്കാൻ ഉണ്ടാ നിന്റെ. എക്സ്ക്യൂസ് മീ, രമേശിന്റെ വീടല്ലേ? രമേശൻ ചേട്ടാ, ഞാൻ ലാബിൽ നിന്നായിരുന്നേ. ലാബിലെ റിസൾട്ട് ഒക്കെ കിട്ടി. അതല്ല, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. എന്ത് പറ്റി? അത് വേറെ രമേശിന്റെ റിപ്പോർട്ടാ. ചേട്ടന്റെ റിപ്പോർട്ട് ഇതായിരുന്നു. മാറിപ്പോയി. അല്ല, ഇവനിപ്പോ 4 ദിവസം കഴിയുമ്പോ മരിക്കുമെന്നാണ്. കുറച്ച് ദിവസം ഉള്ളെന്ന് ഡോക്ടർ പറഞ്ഞു. അയ്യോ സോറി, അത് തെറ്റിപ്പോയതാ. ശരിക്കും ചേട്ടന് ഒരു കുഴപ്പമില്ല. നോക്ക്, കുറച്ച് കൊളസ്ട്രോൾ ഉണ്ടെന്നുള്ളൊന്ന് ഓടിയാ മതി. അതാണ്, അതൊന്ന് തന്നെ എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ. എന്റെ പൊന്നുമങ്ങളെ കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാൽ നമ്മൾ ലാബിൽ ഓരോ റിസൾട്ട് എടുക്കാൻ ഓരോ സാധനം കൊണ്ട് തരുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഉത്തരവാദിത്വം ഇല്ലാത്ത പണി കാണിച്ചാൽ എന്തോ ചെയ്യും? നിങ്ങളുടെ ഉത്തരവാദിത്വ കുറവാണ്. ഒരു മനുഷ്യന്റെ ജീവൻ താർന്നു നിൽക്കുക. ആവശ്യമില്ലാതെ ഞാൻ ഓരോ വകുപ്പും കയറി ഞാനോ ചെയ്തില്ല. ദൈവം എന്നോട് പൂർക്കുമായി. മനഃപൂർവ്വമല്ല ചേട്ടാ, സോറി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നിനക്ക് എങ്ങനെ വിശ്വസിക്കടി? ലാബുകാരി എന്തായാലും
ജീവൻ തിരിച്ചു കിട്ടിയല്ല. നിനക്ക് കിട്ടി, ഞാനിത് ചെയ്യാതിരിക്കാനും എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ല, അതാ അതെനിക്ക് സന്തോഷം. സന്തോഷായില്ലേ? അതങ്ങ് നമുക്ക് ഒരെണ്ണം എടുത്ത് അടിച്ച് പൊളിക്കണോളിയാ. അടിച്ചു പൊളിക്കാം, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഓക്കേ സുമേ. അയ്യോ എടാ സുമേനെ ഞാൻ ബാംഗ്ലൂർ പറഞ്ഞു വിട്ടില്ല. വിളിക്കടാ. സുമയായിട്ട് ഇപ്പൊ ബാംഗ്ലൂർ എത്തി റൂം എടുത്താണോ? അയ്യോ പെട്ടെന്ന് വിളിക്കണം. എടാ നിനക്കിത് വരണോടാ, നിനക്കിത് വരണം. നിന്നോട് ഞാൻ കാതി കൈയിട്ട് ഞാൻ 1000 തവണ നിന്നോട് ഞാൻ പറഞ്ഞാൽ അത് വേണ്ട. അപ്പൊ നിനക്ക് നിന്റെ പെണ്ണുമുള്ള വേറെ അവന് കല്യാണം കഴിച്ചു കൊടുക്കണം. ഞാൻ മരിച്ചു പോന്ന് വെച്ചിട്ടല്ലേ നീ ഒന്ന് വിളിക്കണം. എനിക്ക് നീ പറ്റിയാല, നീ അനുഭവിച്ചു, നീ അനുഭവിച്ചു. അയ്യോ ഇത് വലിയ ചതിയായി പോയല്ലടാ. വാഴ്വേ മായം இந்த வாழ்வே മായം. എടാ ഈ സിറ്റുവേഷനിൽ നിനക്കിടാൻ പറ്റിയ പാട്ട് ഇതല്ല. പിന്നെ ഏതാ? ഈ സിറ്റുവേഷനിൽ നിനക്കിടാൻ പറ്റിയ ഒരു കിടിലം പാട്ട് എന്റെ കയ്യിലുണ്ട്. ഏത് പാട്ട്? താണ്ട കേക്ക്. മധുരം